ആരോഗ്യ മേഖലയ്ക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുസ്ഥിതിക്കും ഊന്നൽ നൽകി രായമംഗലം ഗ്രാമപഞ്ചായത്ത് നവീകരണം പൂർത്തിയാക്കിയ കീഴിലം ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ക്ലിനിക്കുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു. ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് പ്രയോജനകരമാകും വിധം നിരവധി ഇടപെടലുകളാണ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി നവീകരണം പൂർത്തിയാക്കിയ കീഴിലം ജനകീയ ആരോഗ്യ കേന്ദ്രം പൊതുസമൂഹത്തിനായി തുറന്നുകൊടുത്തു. 7 ലക്ഷം രൂപ ചെലവിൽ ലാബ്, ഫാർമസി, പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നവീകരണം പൂർത്തിയാക്കിയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനകരമായി. ഇതിനോടനുബന്ധിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുസ്ഥിരമായ ആരോഗ്യസ്ഥിതി ലക്ഷ്യമിട്ട് സ്ത്രീ ക്ലിനിക്കുകളുടെ പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ഈ പരിപാടികളുടെ എല്ലാം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ നിർവഹിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള 6 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഇവയെല്ലാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഓൺലൈനായിട്ടാണ്. അതിൽ തന്നെ കീഴിലം ജനകീയ ആരോഗ്യ കേന്ദ്രം നിലവിൽ NQAS കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമായി അതിൻ്റെ പ്രഖ്യാപനം കാത്തിരിക്കുന്ന ഒരു സെൻ്ററാണ്. സംസ്ഥാനത്ത് തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൽ 2 ഉപകേന്ദ്രങ്ങൾ NQASന് സമർപ്പിച്ച പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ്. ജനകീയ ആരോഗ്യ കേന്ദ്രമായി മാറിയതിനു ശേഷം കീഴിലം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലുമെല്ലാം പണ്ടത്തെ സബ് സെൻ്റർ എന്നുള്ള സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ പൊതുജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് ആവശ്യമായ ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ട 9 ഇനം ടെസ്റ്റുകൾ, അതുപോലെ 36 ഇനം മരുന്നുകൾ, മറ്റ് ഡ്രസ്സിംഗ് അടക്കമുള്ള സേവനങ്ങൾ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം എന്ന രീതിയിൽ വലിയ മാറ്റമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള മാറ്റത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത്. വാർഡ് മെമ്പർ PV ചെറിയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ദീപ ജോയ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ്, സ്മിത അനിൽകുമാർ, രാജി ബിജു, വാർഡ് മെമ്പർമാരായ NS സുബിൻ, മിനി ജോയ്, JP HN, KM സുനിത തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവും സുസ്ഥിതിയും സംബന്ധിച്ച ഇടപെടലുകൾ ഏവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില ബീഗം വ്യക്തമാക്കി. സംസ്ഥാന വ്യാപകമായിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സർക്കാർ വിഭാവനം ചെയ്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സേവനങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകുന്നതിനായിട്ട് സെപ്റ്റംബർ 16, അതായത് ഇന്നു മുതൽ വരുന്ന വിമൻസ് ഡേ 2026 മാർച്ച് 8 വരെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ പേര് സ്ത്രീ എന്നാണ്. അതായത് സ്ട്രെങ്തനിങ് ഹെർ ടു എംപവർ എവ്രിവൺ. അതായത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ കുടുംബങ്ങളുടെ ആരോഗ്യവും അതുപോലെ പൊതുജനാരോഗ്യവും മുഴുവനായിട്ടും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ഇതിലൂടെ രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ 6 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണുള്ളത്. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ചയിൽ 3 ക്ലിനിക്കുകൾ, അത് വെൽ വിമൻ ക്ലിനിക്ക്, ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക്, അതുപോലെ ജെറിയാട്രിക് ക്ലിനിക്ക്, ഇതിലൊക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൂടുതലായി ഉൾപ്പെടുത്തി ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും എല്ലാ ആഴ്ചയും 3 ക്ലിനിക്കുകളും അതുപോലെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും റെഫറൽ സർവീസും ഒക്കെയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.